അപ്പൊ ഞാൻ ചോദിച്ചു are you from Australia or somewhere എന്ന് ചോദിച്ചേ. അപ്പോൾ oh thank God yes thank God for not saying UK എന്നാണ്. അപ്പൊ ഇവര് ഓസ്ട്രേലിയൻ ആക്സെന്റാ. അപ്പൊ ഞാൻ പറഞ്ഞു yeah you kind of sounded like Margot Robbie there എന്നാണ്. Margot Robbieന്റെ അതേ ആക്സെന്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. Margot Robbie അറിയണത് മറ്റേ സൂയിസൈഡ് സ്ക്വാഡിലെ ഹാർലി ക്വിൻ, അതേപോലെ അതേ ഓർമ്മ ഉണ്ടാവും, ബാർബിയിൽ ബാർബി ആയിട്ടൊക്കെ അഭിനയിച്ച ആക്ട്രസ് ആണ്, ഓസ്ട്രേലിയൻ ആണ്. അപ്പൊ ഞാൻ you kind of sounded like Margot Robbie there. oh she's my hero എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവര് ക്രേപ്പ് ഓർഡർ ചെയ്ത് ഞാൻ ക്രേപ്പ് കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവര് തിരിച്ചു വന്നു. അപ്പൊ ഞങ്ങൾക്കും റിട്ടേണിങ് കസ്റ്റമേഴ്സോ അങ്ങനെ. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഓറിയോ ക്രേപ്പ് ഓർഡർ ചെയ്തു, അങ്ങനെ അത് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു it's good to see you again. oh you remember എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നല്ലാതെ റിമെമ്പർ ചെയ്യാതെ അങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കര രസമാണ് കസ്റ്റമേഴ്സ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇപ്പൊ ടൊറന്റോയിൽ വന്നിട്ട് ഞാനിപ്പോ സ്റ്റേ ചെയ്യുന്ന ഒരു ഫ്ലാറ്റിലാണ്. നിന്റെ അഭിപ്രായത്തിൽ എന്താണ്, ഫ്ലാറ്റ് ആണോ ബെറ്റർ, ഹൗസ് ആണോ ബെറ്റർ? എനിക്ക് തോന്നിയത് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. എന്താണ് ഫ്ലാറ്റിൽ നിൽക്കണതിന്റെ കോൺ അല്ല പ്രോ? ഫ്ലാറ്റിൽ നിൽക്കണതിന്റെ പ്രോ എന്താന്ന് വെച്ചാല്, ഒന്ന് നമുക്ക് ഈ ലോൺ മെയിൻ്റെനൻസ്, സ്നോ ഷവലിങ് അതൊന്നും നമുക്ക് ചെയ്യണ്ട. കാനഡയിൽ വെക്കുമ്പോൾ ഞാൻ POVയിലാ പറയുന്നത്, അതൊക്കെ നമ്മൾ സ്വതന്ത്ര. പിന്നെന്ന് വെച്ചാല് പിന്നെ എന്തൊക്കെയോ കാരണം ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചതാ ശരിക്കും. പിന്നെ എന്താന്ന് വെച്ചാല് നമുക്ക് ഒന്ന് നമ്മൾ ഈ 15th 16th ഫ്ലോർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര പുറത്തേക്ക് വിൻഡോന്റെ പുറത്തേക്ക് നോക്കുമ്പോ തന്നെ ഇതുപോലത്തെ ഞങ്ങൾ സ്റ്റോറി ഇടുമ്പോ കാണിക്കണ്ട് ഇതേപോലത്തെ നല്ല വ്യൂസും കാര്യം, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച എന്താന്ന് വെച്ചാല് മറ്റേ ലോണ്ട്രി കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ്. മോശല്ലേ? അങ്ങനെ മോശമാവുന്നേ കാരണം നമ്മൾ താഴെ പോയി ലോണ്ട്രിക്ക് നമ്മൾ പേ ചെയ്തിട്ട് വേണം. പേ ചെയ്യണോ? പിന്നല്ലാതെ. എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു തെന്നീർ, ഇവര് ഹൗസിലായിരുന്നു നിന്നിരുന്നത്. എന്നിട്ട് ഇവൻ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് മൂവ് ചെയ്തപ്പോ എല്ലാ വീക്കെൻഡും ഇവനൊരു സ്കൂൾ കുട്ടീനെ പോലെ ബാഗൊക്കെ തൂക്കി ഇങ്ങനെ വരും നമ്മളെ വീട്ടിലേക്ക്. അപ്പൊ എന്താ എന്റെ ലോണ്ട്രി ബാഗിലാണ്, എന്നിട്ട് അലക്കിയിട്ട് പോകും. അപ്പൊ അത് പൈസ എടുക്കണം വിചാരിച്ചു. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് അപ്പാർട്ട്മെന്റ് ഒരു പ്രോസ് ആയിട്ട് തോന്നുന്നത്. വീടിന്റെ ഒരു പ്രോസ് എന്താന്ന് വെച്ചാല്, ഒന്ന് നമുക്കൊരു ഫീൽസ് അറ്റ് ഹോം. എക്സാക്ട്ലി അതാണ് ഫീൽസ് അറ്റ് ഹോം. നമുക്കൊരു ബാക്ക് യാർഡ് ഉണ്ട്, നമുക്കൊരു മുറ്റം പോലെ സ്ഥലമുണ്ട്, പിന്നെ ഒരു വീട് എന്നുള്ള കൺസെപ്റ്റ് പോലെ നമുക്കുണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ഒരു ആർട്ടിഫിഷ്യലി മെയ്ഡ് ക്യൂബിക്കിൾസ്. എന്റെ അതേ വേർഡ്സ് ആർട്ടിഫിഷ്യലി മെയ്ഡ് ക്യൂബിക്കിൾസ് എന്നൊക്കെ ഉള്ള ഒരു ഫീൽ ആവില്ല. പക്ഷെ വീട് പറയുമ്പോ നമുക്ക് ആ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പൊ വീടിന്റെ തന്നെ ഉള്ളൂ. വീട് എന്ന് പറയും ഞാൻ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടോ അന്ന് എനിക്ക് ഫ്ലാറ്റിൽ നിന്ന് ശീലമില്ലാത്തതുകൊണ്ടാവും എന്നൊക്കെ ചിലപ്പോ പറയുന്നുണ്ടാവും. പക്ഷെ അല്ല, ഞാൻ എന്റെ ലൈഫിന്റെ ജനിച്ച അന്ന് മുതൽ 18 വയസ്സ് വരെ ഞാന് ഫ്ലാറ്റിലാണ് നിന്നത്. എന്നിട്ട് ഞാൻ കാനഡയിലേക്ക് വന്നപ്പോഴാണ് ഞാനൊരു ഹൗസിൽ നിൽക്കുന്നത്. പിന്നെ സമ്മർ വെക്കേഷനിൽ നാട്ടിലെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴും എനിക്ക് ഇതേ ഫീലിംഗ് ആവുന്നത്. എന്നിട്ട് ഇപ്പോൾ ആഫ്റ്റർ 4.5 years 5 years ഞാൻ വീണ്ടും ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. ഫ്ലാറ്റ് എനിക്കൊരു ആർട്ടിഫിഷ്യലി ബിൽറ്റ് എൻവയൺമെന്റ്, ആർട്ടിഫിഷ്യൽ ലൈഫൊക്കെ പോലെ എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ ആലോചിക്കുന്നു, ഏത് മനുഷ്യന്, ഏതാണ് ആ ജീനിയസ് അവൻ ആലോചിച്ചത്, നമ്മളിങ്ങനെ ലെഫ്റ്റിൽ ഇങ്ങനെ വീതിയിൽ നമ്മൾ വീടുകൾ ഉണ്ടാക്കി പോകണമെങ്കിൽ കുറെ സ്പേസ് വേണ്ടിവരും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറെ വീട് എടുത്തിട്ട് ഇങ്ങനെ അട്ടിക്ക് വെക്കാം. ഏത് ജീനിയസ് ആണ് അത് ആദ്യം പറഞ്ഞത്? അപ്പൊ പറഞ്ഞപ്പം ചില കൂടുതലുള്ള ആൾക്കാർ ഒന്ന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞിട്ടുണ്ടാവും. എന്ത് എങ്ങനെ വീടുകൾ ഇത്ര ഹൈറ്റിലൊക്കെ ഉണ്ടാക്കാം, വീഴൂലേ എന്നൊക്കെ പറഞ്ഞില്ല. ഐ ഷോ യു ഈ ആർട്ട് ഫ്ലാറ്റ് കണ്ടുള്ള ആർക്കിടെക്ചർ. പിന്നെ എന്റെ വീടിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, നമുക്കിപ്പോ ഈ ചെടികൾ വളർത്തുക അങ്ങനത്തെ ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്ലാറ്റിനെക്കാട്ടിലും കുറച്ചും കൂടിയും അടിപൊളി നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ വീട്ടിലെ ബാക്ക് യാർഡിലോ ഫ്ലാറ്റിൽ നമ്മള് ഈ ചെടികളൊക്കെ വളർത്തുന്നതിൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, ഇവൻ നമ്മള് ബാൽക്കണിയിൽ വെക്കുകയാണെങ്കിൽ കൂടി. അതെ. പിന്നെന്താന്ന് വെച്ചാല് ഈ വീട് എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം തോന്നാണ്. ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ പുറത്തെത്തി,